ഹലോ ഗൈസ്, ഞാൻ എന്താ പോകാൻ നിൽക്കുന്നത് വേറെ അടുത്തല്ല. ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ കൂടെ +2 പഠിച്ച 12 പേര് ഒരുമിച്ച് വരുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല, എല്ലാത്തിലും സ്കൂളിൽ എല്ലാ കാര്യങ്ങളിലും ഫസ്റ്റ് ഞങ്ങൾ തന്നെ ആയിരുന്നു. അങ്ങനെ കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ശരിയെന്ന് വീഡിയോ ഇത്രയല്ല ഉള്ളതെങ്കിലും കുറേയൊക്കെ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. ഹലോ ഗൈസ്, അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ എന്നെ മന്തി കഴിച്ചില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു സൂക്കറവാണ്. ഇപ്പം നേരത്തെ ഞാൻ ബിരിയാണി പ്രാന്തരായിരുന്നു, ഇപ്പം ഞാൻ മന്തി പ്രാന്തരായി. അങ്ങനെ ഓടിച്ചടിപ്പിടച്ച് അങ്ങ് അറ്റത്ത് എവിടെയോ ഒരു ടേബിൾ കിട്ടി. അവിടെ ഇരുന്നപ്പോഴാണ് ഞാൻ വിഷമിപ്പിക്കുന്ന വേറൊരു കാര്യം അറിഞ്ഞത്. ഈ കാലത്തൊന്നും ഇവിടെ ആരും ഓർഡർ എടുക്കാൻ വരൂലേ. ആ വിഷമം മനസ്സിലാക്കി ഞങ്ങൾ നേരെ ഒരു വലിയൊരു വിശാലമായ വെട്ടവും വിളിച്ചുള്ള സ്ഥലത്തോട്ടെത്തി. അവിടെയാണെങ്കിൽ ഓടി ഓടി വന്ന് എല്ലാവരും ഓർഡർ എടുപ്പേ. അങ്ങനെ മന്തിക്ക് പോയി എൻ്റെ പ്ലേറ്റ് എത്തിയപ്പോൾ തന്നെ എൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് ഞാൻ പുറത്തെടുത്തു. പിന്നെ നേരെ മന്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. എപ്പം മന്തി വരും ആർത്തിയായിരുന്നു എൻ്റെ മനസ്സിൽ, സത്യം പറഞ്ഞു. അങ്ങനെ മന്തി എത്തിയ അവസാനം നമ്മൾ ഓർഡർ ചെയ്തത് പെരി പെരി മന്തിയായിരുന്നു. വേറെ ഒന്നുമില്ല, ഇതിന് കുറച്ച് എരിവ് കൂടുതലായിരിക്കും, അത്രേ ഉള്ളൂ. അന്നേരം കാട്ടി തന്നെ ഫാസ്റ്റായിട്ട് കഴിച്ചു തീർത്തു നമ്മൾ. അങ്ക കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു വിശ്രമമായിരുന്നു ബില്ലിനായിട്ടുള്ളത്. ഈ വിശ്രമം എനിക്ക് അത്ര ഇഷ്ടമല്ല, എങ്കിലും ഇരുന്നല്ലേ പറ്റൂ. ബില്ലടക്കാൻ സ്ഥലത്ത് ഇത് കിട്ടിയ പിന്നെ ഞാൻ വേറെ ആരുമില്ല, രജു പോയാണ് ഗൈസ്. ഒരു കിലോ എടുത്ത് നാവിൽ വെച്ച് 1 രൂപയുടെ മാലയിട്ടുണ്ടെന്നൊരു കാലം ഉണ്ടായിരുന്നു. കാലം അങ്ങനെ അയവിറക്കി എത്തത് വേറെ ഐസ്ക്രീം ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ. അവിടെ പോയി ഞാൻ ആദ്യമേ എടുത്തത് ഓറിയോ ആയിരുന്നു. ബിസ്ക്കറ്റ് പോലെ തന്നെ കുറച്ച് മധുരം കൂടുതലെന്നുള്ള, അല്ല വേറെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇതും എടുത്ത്. ഇത് എന്താ പറയും, ചോക്കോബാറിൻ്റെ ഫ്രണ്ടിലുള്ള നമ്മൾ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതേപോലത്തെ മധുരവും പിന്നെ ഇതിൻ്റെ കുറേ അണ്ടിപ്പരിപ്പ്, ബദാമിയ, മുന്തിരി, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് കട്ടിലിട്ട് എപ്പോൾ ഉറങ്ങാതിരുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. ഹലോ, ഇന്നേക്ക് കാലയിൽ എഴുതൊക്കെ വേണ്ടിയതാച്ച്. ചക്കട ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നേരെ ചക്കടക്കാൻ പോയിറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെ, എണീക്കാനേ തോന്നിയില്ല. പിന്നെ സമയം 10:30. അപ്പോൾ ചക്ക നോക്കി തേരാ പാര നടക്കണ എന്നെയാണ് കാണുന്നത്. ഓ മൈ ഗാഡ്, കഷ്ടപ്പെട്ട് പാടിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ചക്കടപ്പം എല്ലാം കഴിഞ്ഞ് പതിവ് ഹോട്ടലൊന്ന് മാറ്റി പിടിച്ച് പുതിയ ഹോട്ടലിലോട്ട് വന്നു. പൊറോട്ടയും സാമ്പാറും ഒരു വടയും കഴിച്ച്. മുട്ടക്കറിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ, കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 12-12:30 ആയപ്പം ചക്ക കയറ്റുന്നെടുത്ത് വന്ന് വയലിൻ്റെ നടുക്കുള്ള മുരുകൻ കോവിൽ. ഇത് നല്ല രീതിയിൽ കാണാൻ പറ്റും. അടുത്ത വീഡിയോ പറ്റിയും കാണിച്ചു തരാം. അങ്ങനെ നോമ്പിൻ്റെ സ്നാനം കഴിഞ്ഞിരിക്കണു. അഷ്ടാംഗ ഭോജനത്തിനായി ടേബിൾ വന്നപ്പോൾ കിട്ടിയേ എനിക്ക് കഴിക്കാൻ പൊരിച്ച മീന്, കറി വെച്ച മീന്, അച്ചാറ്, അങ്ങനെ നീണ്ട ഒരു നിരയൊന്നുമില്ല, ഒരു കൂട്ടാനും ഒരു കറിയും. അതൊക്കെ അങ്ങനെ കുത്തിക്കിട്ട് സുഖമായിട്ടിരുന്നപ്പം നേരെ പറഞ്ഞ് പാലോട്ടോടെ എന്ന്. അങ്ങനെ സൊസൈറ്റി എത്തി. മിൽമ നാടിൻ്റെ നന്മ എന്നൊന്നല്ലേ അല്ലേ. ഒരു പയ്യൻ ചൂണ്ടയിടിക്കുന്നു വയലിൽ. എന്തേലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും പോയി നോക്കാം. അങ്ങനെ മുട്ടിയിരിക്കണത് സ്പോട്ടി എത്തി കിട്ടുമെന്ന് തോന്നുന്നു. ഇവനാണ് ഇട്ടിരിക്കണ ചൂണ്ട. അത് ഉണ്ട കിട്ടും, ഒന്നും കിട്ടാൻ പോണില്ല, ചുമ്മാ പെട്രോളും കളഞ്ഞ് വന്നത്. ആ കാണുന്നു വയൽ, വിശാലമായ പട്ടശേഖര. പണ്ട് പാടം, ഇപ്പോൾ പുല്ല്. അച്ഛൻ ഏതിലാ കയറിയണി? ഏതോ വളർത്തണ കുളമാണ്, മിക്കവാറും ഇടി കിട്ടും. ഇതാ മന്ദം പുല്ലിൻ്റെ ഇടയിൽ കൂടെ അതാ പോണ്. വല്ലതും കിട്ടുമോ അതോ ആളുകളെ അടി കിട്ടും? വല്ലതും ഉണ്ടാടെ കളിയാ. ഇതാണ് കുളം മരിച്ചുകൊണ്ടിട്ട്. വലി കിട്ടി. നിങ്ങൾ കാണും. വലിയ തേങ്ങ വന്ന പെട്രോള് മിച്ചം. പറ വലി. മീന് കരയിൽ കയറി ഓടിയാടേ. എൻ്റെ മോനെ, ഇത് നടക്കുന്ന മീനാണ് ഉമ്മാർക്ക് കിട്ടിയത് കേട്ടാ. ആമ മരിച്ചു പൊക്ക്. കിട്ടി മോനെ, കിട്ടി. കരയിൽ കൂടുന്ന ഓടുന്ന സാധനം തന്നെ. ആമ കിട്ടി.
ഇളക്കാൻ പറ്റുമോ? കാണി വച്ച് കാണി. സൈഡിൽ തന്നെ ഇത് ഇളക്കിവിടാം. നമ്മളിതിനെ സ്വതന്ത്രനാക്കുന്നതായിരിക്കും. അല്ല, ഇത് കൊണ്ടുപോയിട്ട് നമുക്കെന്തെടുക്കാൻ? ഇത് ആരും ഉപയോഗിക്കത്തില്ലേ ആമനെ കഴിക്കാനോ അങ്ങനെയൊന്നും? കഴിച്ചാൽ ഗ്യാസ് ഭയങ്കര. അപ്പൊ കഴിച്ച കേസ് എനിക്കറിഞ്ഞൂടാ, ഇതിലെനിക്ക് പങ്കില്ല. ഇവനാണ് ചൂണ്ടയിട്ട്. ഇവൻ ഞാൻ ചുമ്മാ ഇവനെ കൊണ്ടുവന്നതാണ്. രക്ഷാപ്രവർത്തനം ഇതെടുക്കാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ ചാവൂടാ പാവം. അതുകൊണ്ട് എടുത്തു വിടാം. ഇത് കുറച്ച് ഡാർക്ക് സീനാണ്, നിങ്ങൾ വീഡിയോ പിന്നെ കാണിച്ചു തരാം കേട്ടോ. വരൂ, നമുക്ക് രണ്ടാമത്തെ ചൂണ്ട നോക്കാം. അതിലും ആമ. നീയൊക്കെ ആമ കൊടുത്തിടേ കൊണ്ട് ചൂണ്ടയിട്ട്. അതിങ്ങോട്ടിട് അതിനെടുത്ത് കരയിട്. അതൊരു വലിയ ആമ. ചൂണ്ടളയ്യാ നിനക്ക് വിടാം. രണ്ടാമ കിട്ടി. ഇവന്മാരിട്ട് മൊത്തം മീനില്ല, ആമ. ദാ ഒന്ന് കിടക്കുന്നു, ദാ അവൻ്റെ കയ്യിലൊന്ന്. ഇങ്ങോട്ടിട്. നാറുന്നുണ്ട് കേട്ടോ നല്ല. രണ്ടാമ അതൊക്കെ എന്ത് ചെയ്യാൻ? ഇതിനെ വിട്ടേ പറ്റൂ. ഒന്നിൻ്റെ ഭാഗ്യത്ത് ചൂണ്ടുണ്ട്, അത് ഇളക്കിയിട്ട് വിടണം. ഒന്ന് നോർമലായിട്ട് വിട്ടാൽ അത് ചൂണ്ടിളകി വന്ന്. ഇനിയും ഒന്നും കൂടെ ഉണ്ട്. ഇനി അതിലും ആമയാണെങ്കിൽ എനിക്കറിഞ്ഞൂടാ. മീനുള്ള കുളം ആമക്കുളം. പിന്നെ ആമയാ ഒന്നുമില്ലേ? രക്ഷപ്പെട്ട്. ഇല്ലേ ഇനിയിപ്പം അതിൻ്റെ വായിക്കകത്ത് നീ കങ്കൂസ് ഇളകി ഭ്രാന്തനാവുമായിരുന്നു. വല്ലതും ഉണ്ടാ കരയിലടക്കുന്നത്? അതും കരയിൽ മിക്കവാറും ആമയായിരിക്കും. അതിലും ആമ തന്നെ. ഒന്ന് വരച്ചെടുത്തോക്ക് നീ. അടിപൊളി മഴ, ശുഭം. എനിക്ക് മാറി. ബാക്കി ഇതിനെ വിടാം. എന്തായാലും കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഒന്നാത്തവൻ പോട്ടെ. എന്താ മച്ചത്? ഓടത്താ ഓടി അടുത്ത് വിട്ടോ. താഴോട്ട് വിട്ടോ. പൊക്കോ. നീ അടുത്ത സ്വാതന്ത്ര്യം ആഘോഷിച്ചോ. ചത്തൊന്നുമില്ല കേട്ടാ. ഇനിയിപ്പം എങ്ങാനും വീഡിയോ 10 പേരുണ്ടോ? ഓടി പോയി. മീൻ പ്രതീക്ഷിച്ചു, രണ്ടാമ കിട്ടി. എന്ത് ചെയ്യാൻ? ശരിയെന്നാ, കണ്ടല്ലോ ആമേനെ കണ്ടല്ലോ. ശരിയെന്നാ, അടുത്തെന്തോന്ന് മഴ പെയ്തു തുടങ്ങി. നേരത്തെ വീട്ടിൽ എത്തട്ടിപ്പം സീനാണ്. എന്താ അടുത്തത്? ഉള്ള കാട് വഴിയെല്ലാം കയറി ചൂണ്ടയിട്ട് കിട്ടി രണ്ടാമ. പിന്നെ നേരെ വീട്ടിലോട്ടോ. മഴ പെയ്തു തുടങ്ങി. സീനാണ്. ഇന്ന് രാവിലെ കുളിച്ചേ ഉള്ളൂ. ഇനി ഒരിക്കൽ കൂടെ കുളിക്കാൻ വയ്യ. രണ്ടാമ കിട്ടി. രണ്ടിനെ വിട്ട് പാവം ജീവിച്ചു പൊക്കോട്ടെ. മീൻ പ്രതീക്ഷിച്ച് കിട്ടി ആമ. ശരിയെന്നാ. രാത്രി ഒരു സ്പ്രൈറ്റ് കുടിക്കാൻ വല്ലാത്തൊരാഗ്രഹം, വല്ലാത്തൊരു കഴപ്പ്. സ്പ്രൈറ്റ് ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ബാക്കി നാളെ കാണാം. അല്ല എല്ലാവർക്കും വണക്കം. അപ്പോൾ ഇന്ന് ചക്കടപ്പുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും താല്പര്യമില്ല. നല്ല തണുപ്പാണ് വെളിയിൽ. അങ്ങനെ എണീറ്റ് നേരെ ചക്കടക്കാൻ പോയി. നടന്നപ്പോഴേ ഭയങ്കര തണുപ്പ്. അതുകൊണ്ടെന്ന് തോന്നുന്നു ഫസ്റ്റ് പോസ്റ്റിംഗ് വണ്ടിയുടെ മണ്ടയ്ക്ക് തന്നെ എനിക്ക് കിട്ടി. അങ്ങ് തൃപ്തിയായി. ഒരു 10-10:30 തന്നെ ചക്കടത്തിൽ നിന്ന്. അതിനുശേഷം ഒരു കൊലപാതകം കാണാമെന്നങ്ങ് വിചാരിച്ച് ഒറ്റത്തടിയായി പോയ തെങ്ങിനെ തട്ടിക്കളഞ്ഞ്. പിന്നെ നമ്മൾ പതിവ് സ്പോട്ടായ കടയിലെത്തി. അവിടെ നിന്ന് പൊറോട്ടയും മുട്ടക്കറിയും ഒരു വടയും കഴിച്ച്. പിന്നെ നമുക്ക് കിട്ടിയ ചക്കടത്ത് 400 കിലോയാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ചക്ക. അങ്ങനെ ചക്കയുടെ ഫലം കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് കയറിയില്ല. അതിനു മുമ്പ് ഒരു ഓട്ടം വിളിച്ച് ഇടി എടുത്തുകൊണ്ട് പോയി. അറിയാവുന്നൊരു ചേട്ടനെ ഓട്ടം വിളിച്ച്. ഈ സ്ഥലത്താണ് ഓട്ടം വന്നത്. ഞങ്ങളല്ല ഞാൻ. അങ്ങനെ ഓടി വണ്ടി തള്ളുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. ശേഷം ഓയിൽ കുടിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞ് ഓയിൽ മാറാൻ കൊണ്ടിട്ട് വണ്ടിക്ക് മാത്രം കയറ്റിയാൽ പോരല്ലോ, നമുക്കും കഴിക്കണമല്ലോ. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പയർ തോരനും പയർ വിഴുക്കും അച്ചാറുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ പോയി പാലൊക്കെ കൊണ്ടു കൊടുക്കാൻ. പാൽ സൊസൈറ്റിക്ക് എത്തി പാലൊക്കെ കൊണ്ടു കൊടുത്ത് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു വീട്ടിലെത്തി. അതും വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ മാതാജിക്ക് വയ്യ. നമുക്കൊരു സംഭവം കാണിച്ചു തരാം. ആ ഹോസ്പിറ്റലിൽ അവിടെ നോക്കിയാൽ കടലാണ്. എനിക്ക് കാണാം, പക്ഷെ വീഡിയോ കാണാൻ പറ്റുന്ന നോക്കാൻ കാണാൻ പറ്റുമോ? എന്താ നിങ്ങളിപ്പോൾ കാണുന്നത്? അതാണ് കടൽ. ഇതുമാതിരി മേഘം പോലെ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് എനിക്ക് കണ്ണുകൾക്ക് കാണാം, പക്ഷെ ക്യാമറകൾക്ക് കാണാൻ പറ്റുന്നില്ല. അതാണ് കടൽ. തെങ്ങിൻ്റെ ഇടയിൽ കൂടെ കാണുന്നത്. അവിടെ പരുന്തൊക്കെ പറക്കുന്നു. ഞാൻ ഇപ്പോഴാണ് ഒരു കാലം വെച്ച്
ഒരു സുനാമി വന്നാൽ മരിച്ചു. എൻ്റെ വീട്ടിലേക്ക് എന്നാ വരും സുനാമി. ഓ സൂപ്പറായിരിക്കും. എന്നാ കഥം വരാൻ ഹോസ്പിറ്റൽ പോലും കാണില്ല, കൊണ്ടങ്ങ് പോകും. ഈ സംഭവം അടച്ച് കൈപോയി നിറഞ്ഞ പാതയിലൂടെ വെളിച്ചത്തെ തേടിയുള്ള ഒരു യാത്ര. ആ യാത്ര ചെന്നെത്തിയത് ആ മിന്നി കത്തുന്ന ഒരു കൂട്ടം ലൈറ്റുകളുടെ ഇടയിൽ. വെളിച്ചം ലേശം കൂടിപ്പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടലി രാവിലെ തൊട്ട് നടന്നത് 21,067. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ബൈ. ഹല അങ്ങനെ രാവിലെ എണീറ്റ്. അയ്യോ ഇപ്പം നമ്മൾ പുല്ലെടുക്കാൻ അപ്പച്ചനെ വിളിക്കാൻ ഉറക്കേണ്ടി വന്നേ ഉള്ളൂ. നേരെ പറഞ്ഞു വിട്ട് 11 മണി. ഇന്ന് ചക്കടപ്പില്ലായിരുന്നു. വയലിൻ്റെ സൈഡിലാണ്, വയൽ കാണിച്ചു തരാം. ഇപ്പം പുല്ലൊക്കെ നേരത്തെ പണ്ട് കാലത്ത് വയലായിരുന്ന സ്ഥലം. കണ്ടോ വിശാലമായ പാട്ടശീകലം, നെല്ലില്ലാത്ത വയൽ, പുല്ലുണ്ട്. നമുക്ക് ബൂസ്റ്റ് പുഡിങ് ഉണ്ടാക്കാം. കുറേ ദിവസം വിചാരിക്കുന്നു ബൂസ്റ്റ് പുഡിങ് കൊള്ളായിരിക്കും. ഇതിനായി 1 ബാക്കി അവിടെ 3 മുട്ട, ബൂസ്റ്റ്, പഞ്ചസാര ഒരുമിച്ച് മിക്സ് ആയി അടിക്കണം. ഇതിനു മുമ്പേ ഞാൻ ബ്രെഡ് വെച്ച് പുഡിങ് ചെയ്തിട്ടുണ്ട്. അത് കൊള്ളായിരുന്നു, പക്ഷെ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പകുതി കൊള്ളായിരുന്നു, ഞാൻ വേറെ പയ്യന്മാർക്ക് തിന്നാൻ കൊടുത്ത്. പറഞ്ഞ് കൊള്ളായിരുന്നു. ഇന്ന് നമുക്ക് ബൂസ്റ്റ് പുഡിങ്. ബൂസ്റ്റ് വാങ്ങിച്ച് 3 കവർ ബൂസ്റ്റ്, 3 മുട്ട, 1.5 കപ്പ് പാല് എല്ലാം ഇട്ട് ചുക്കാന്ന് കറക്കണം. കൊള്ളായിരിക്കും. ഒഴിക്കുക 3 മുട്ട, ബൂസ്റ്റ് ഇടുക 1 2 3 കവർ ബൂസ്റ്റ് ഇട്ട് 3 മുട്ട വെച്ചിന് തിളപ്പിച്ച് ആറിയ പാൽ, പഞ്ചസാര ഇടുക. ഞാനിപ്പം 1 2 3 4 5 1.5 കപ്പ് പാല്. കുഴപ്പമില്ല, കുറച്ച് കളഞ്ഞിട്ടുണ്ട്. ക്യാമറ നോക്കി വെച്ച് ഇങ്ങനെയൊക്കെ പോകും കേട്ടാ. ഇനി ഇതിന് ഇത്ര എടുത്ത് അടിച്ചെടുക്കണം. കുറച്ച് നേരം മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കുക. സംഭവം റെഡിയായി. ഇനി ഒരു 5 സ്പൂൺ പഞ്ചസാര. 1 2 3 4 5. ഓക്കെ, 1 സ്പൂൺ കൂടുതൽ കിടക്കട്ടെ. കുറച്ചിക്കട്ടെ. ഒരു 6 സ്പൂൺ. 6 ഉറപ്പിക്കാം. ഓക്കെ, ഇനി മെല്ലെ തീ കത്തിച്ച് ലോ ഫ്ലെയിം, അല്ലെങ്കിൽ ഇത് കത്തുമെന്നാണ് എൻ്റെ മാതാശ്രീ പറഞ്ഞത്. അങ്ങനെ സംഭവം റെഡി. ഇതെങ്ങനെ കിട്ടും. റെഡിയാ. ഈ പാത്രത്തിലാണ് നമ്മൾ ഒഴിക്കാൻ പോണത്. ഇതിലോട്ട് അങ്ങ് ഒഴിക്കുക. അങ്ങനെ സംഭവം സെറ്റ്. പാത്രത്തിൽ ഒഴിച്ച് ഇതിലോട്ട് അരിച്ചൊഴിക്കണം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ വേവിക്കണം. ചൂട് വെള്ളം വേവിക്കണം. അരിച്ചൊഴിച്ച് ഞാൻ ഇതിൻ്റെ അടപ്പ് വെച്ച് ചിലവർ അലുമിനിയം ഫോയിലൊക്കെ വെച്ച് മൂടും. പക്ഷെ നമുക്കതില്ല, ഇത് മതി. ഇതാ ദൊഡലി പാത്രത്തിൻ്റെ അകത്താണ് ഞാൻ വെച്ചത്. മൂടിക്ക. അപ്പം ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് കൊഴുവയോ എന്തോ ഒരു മീനും തീയലെന്ന്. അയ്യോ, എന്ത് വിഴുക്കും, കീര കൂട്ടാനും രസവും അച്ചാറും. ഇതേ നമ്മുടെ ബൂസ്റ്റ് പുഡിങ് അവിടെ ഇരുന്ന് റെഡിയാവുകയാണ്. അങ്ങനെ 1/2 മണിക്കൂർ വെച്ചിരുന്നത് തന്നെ സംഭവം റെഡിയായി. മെല്ലെ തുറന്നു നോക്കുക. ഞാൻ വിചാരിച്ചതിനായിട്ടും നന്നായി വന്ന് എല്ലാം കറക്റ്റായിരുന്നു. പിന്നെ ചൂടുണ്ടായിരുന്നു, അതിന് നേരെ എടുത്ത് ഫ്രിഡ്ജ് വെച്ച് തണുക്കുക. ഞാൻ മറ്റേ ബ്രെഡ് പുഡിങ്ങും അങ്ങനെയാണ് ചെയ്തത്. എന്തോ അങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ചെയ്തു. അപ്പോൾ സംഭവം സെറ്റായി. ഇനി കുറച്ച് നേരം തണുക്കട്ടെ, എങ്കിലേ സെറ്റാവും. സെറ്റായി. അപ്പം നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ചായ കുടിക്കാൻ വന്നു.
ഞാൻ എടുത്ത കടി ചിക്കൻ്റെ എന്തോ വെച്ച സംഭവമാണ്. ഇന്ന് എനിക്ക് ചിക്കൻ കിട്ടി. അതുവരെ ഉള്ളിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. സമാധാനമായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഷർട്ട് എടുക്കാൻ പോയി. ബ്ലാക്ക് ഷർട്ട് എടുത്ത്. വേറെ സ്പെഷ്യൽ ഡേ ഒന്നുമില്ല, എങ്കിലും ചുമ്മാ ഒരു ഷർട്ട് എടുത്തു. ബ്ലാക്ക് ഷർട്ട് കിട്ടി. എടുത്തുക്കോ. അങ്ങനെ വീട്ടിൽ വന്ന് സംഭവം വിളിയെടുത്ത് എല്ലാം അങ്ങനെ സെറ്റായി വന്ന്. പിന്നെ ഒരു കത്തി എടുത്ത് നേരെ ചെറിയൊരു പീസായിട്ട് വെട്ടി. നല്ല ജെല്ലി പോലെ ഉണ്ടിരുന്നത്. കറക്റ്റ് ആയിരുന്നു. ഇങ്ങനെയാണോ ഉണ്ടാക്കേണ്ടതെന്ന് അറിയണം, പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കിയേ. ടേസ്റ്റ് ചെയ്ത് നോക്കി. സെറ്റായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പ്രതീക്ഷനെ കാട്ടി നല്ല രീതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. ഇതാ ഇങ്ങനെ വരഞ്ഞെടുക്കുക. അലിഞ്ഞു പോണ്. സൂപ്പർ. കൊള്ളാമോ ഇല്ലേ? കുഴപ്പമില്ല, കൊള്ളാം. 10 പേര് കണ്ട കള്ളം പറയണെന്ന് വിചാരിക്കരുത്. കൊള്ളാമോ ഇല്ലേ? കൊള്ളാടാ. അല്ല കണ്ട കള്ളം പറയുന്നില്ല, സംഗതി കൊള്ളാം. ബ്രെഡ് പുഡിങ്ങിനായിട്ടും കൊള്ളാമോ? അതേപോലെ ബൂസ്റ്റ് കൂടിയോന്നൊരു ഡൗട്ട്. പിന്നെ ബൂസ്റ്റ് പുഡിങ്ങിന് ബൂസ്റ്റ് അടേ ഇതിൻ്റെ പുറത്ത് ബൂസ്റ്റ് വെതറിയില്ല. അത് കുഴപ്പമില്ല. ഇനി അടുത്ത് അവസാനമായി മുഖം കണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതും കഴിച്ചത് ഇവൻ തന്നെ. കൊള്ളൂലായിരുന്നു വെച്ചി. കൊള്ളായിരുന്നു. അല്ല പിന്നെ ഇന്നൊരു യാത്രയുണ്ട്, കാരണം ട്രെയിനിൽ കക്കൂസിൽ ഒരു കുഴപ്പമില്ല. അവസാനം മുഖം കണ്ടോ. ഇത്ര ആരെയും കാണുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. 10 പേരെയും കാണുമെങ്കിൽ ഭാഗ്യം.